മലയാളി കാഴ്ച ചാനലിന്റെ ഉദ്ഘാടനം അങ്കമാലിയിൽ നടന്നു. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകളും മറ്റു രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ വാർത്തകളും നാട്ടിലെ പ്രധാന വാർത്തകളും കൂടാതെ കലാസാംസ്കാരികമായ വാർത്തകളും മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഓൺലൈൻ വേദിയാവുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച മലയാളി കാഴ്ച എന്ന ഓൺലൈൻ ചാനലിന്റെ ഉദ്ഘാടനം അങ്കമാലി MLA റോജി M. ജോൺ നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജോബിൻ ന്യൂസിലൻഡിൽ അവിടെ പ്രവാസികളുടെ ഇടയിൽ പുതിയൊരു ഓൺലൈൻ സംരംഭം, ഒരു ഓൺലൈൻ ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് മലയാളി കാഴ്ച എന്ന പേരിൽ. പ്രവാസ ലോകത്തെ വിശേഷങ്ങൾ അറിയുന്നതിനും ഒപ്പം നാട്ടിലെ വിശേഷങ്ങൾ പ്രവാസ ലോകത്തെത്തിക്കുന്നതിനുമൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മലയാളി കാഴ്ച എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. പുതിയ കാലത്ത് യൂട്യൂബ് ചാനലുകൾ വളരെ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മലയാളി കാഴ്ചയിലൂടെ ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികൾ ഉണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ കേരളത്തിലുള്ള ആളുകൾക്ക് വളരെ കൊതിയുണ്ട്. ആ കൊതി പൂർത്തിയാക്കുക എന്നുള്ളതും അവിടെ നടക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസിലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ മലയാളത്തിൻ്റെ തനിമ നിലനിർത്തുന്ന വ്യത്യസ്തമായ പരിപാടികൾ ചെയ്യുന്നതിൽ ജോബി വലിയ വിജയം കാണിച്ചു വെച്ചിട്ടുണ്ട്. കുറേ നേരം നല്ല വായനയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചില പരിപാടികൾ കുറഞ്ഞ കാലം കൊണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ പുതിയ മലയാളി കാഴ്ച എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവിധ ആശംസകളും. പ്രിയ സുഹൃത്ത് അങ്കമാലിക്കാരനായ ജോബിൻ ജോർജ് വിദേശ മലയാളികൾക്ക് നാട്ടുവിശേഷങ്ങൾ അറിയുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ള മലയാളി കാഴ്ചയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അങ്കമാലിയിൽ 3.5 പതിറ്റാണ്ടായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ജോബിൻ വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ അങ്കമാലി പ്രദേശത്തെ വാർത്തകളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രതിബദ്ധതയോടെ നിറവേറ്റി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്യമങ്ങൾ വൻ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. ഗ്രന്ഥശാല പ്രവർത്തകനും ബുദ്ധസംഗമം സംഘാടകനുമായ കാലടി S. മുരളീധരൻ, ആർട്ടിസ്റ്റ് KR. സുബ്രൻ, സാജു ഏനായ്, ഡൈമിസ് ഡേവിസ്, പോൾ C. പോൾ മലയാറ്റൂർ, ജോ പോൾ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.